മുനമ്പത്ത് സമരം ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിനിധി റോയി കുരിശിങ്കൽ. അദ്ദേഹത്തോട് ആദ്യമായി ചോദിക്കാനുള്ളത്, മുനമ്പത്തെ ഈ സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് നീതി കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുനമ്പത്തെ സമരം വഖഫ് നിയമം മൂലം വന്ന ഒരു ദുര്യോഗമാണ്. നമ്മൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വളരെ സമാധാനപൂർവം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനത ഒരു സുപ്രഭാതത്തിൽ വില്ലേജിൽ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർ നമ്മളെ മുഖത്ത് നോക്കി പറയുക, ഇത് നിങ്ങളുടെ ഭൂമിയല്ല. ഇത് അവിടെയുള്ള പലരെയും പോലെ ഞാനും ആദ്യം കേട്ടപ്പോൾ ചിരിച്ചു കയറിയതാണ്. ഇത് ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ന് റിപ്പബ്ലിക് കൂടി ആണല്ലോ. അപ്പോഴാണ് നമ്മളിത് വഖഫ് എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. വഖഫ് ബോർഡ് നിങ്ങളുടെ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ആ ചിരി പെട്ടെന്ന് സങ്കടത്തിലേക്ക് വഴിമാറാണ്. കഴിഞ്ഞ ജനുവരി 22-ാം തീയതി വന്നപ്പോൾ 3 വർഷമായി ഞങ്ങൾ ഈ ദുരിതത്തിലായിട്ട്. അപ്പം നിയമ പോരാട്ടം 3 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 106-ാം ദിവസമാണ് സമരം, പ്രത്യക്ഷ സമരം. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ വഖഫ് ആക്ട് മൂലമാണ് ഈ പ്രശ്നം ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങൾക്കും മേലെ നിൽക്കുന്ന ഒരു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ എനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത മതേതരത്വത്തിനും നമ്മുടെ രാജ്യത്തെ അഖണ്ഡതയ്ക്കും ഭരണഘടനയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള നിയമങ്ങളും നമ്മുടെ ജനപ്രതിനിധികൾ നേരത്തെ പടച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എത്ര നിയമങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് 1954 വന്ന വഖഫ് ആക്ട് 2013-ലും 95-ലും ഭേദഗതി വരുത്തി അവർക്ക് ഇവിടെയുള്ള എല്ലാ നിയമങ്ങൾക്കും ഉപരിയായുള്ളൊരു സ്ഥാനം കൊടുത്തതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. ഞങ്ങളൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. മുനമ്പം സമരം എന്ന് പറയുന്നത് മുനമ്പത്തുകാർക്ക് വേണ്ടി മാത്രമല്ല. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ നിയമം മൂലം കഷ്ടപ്പെടുന്ന, അന്യായമായിട്ട് അധിനിവേശം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് മുനമ്പമാണെങ്കിൽ നാളെ ഒരു ചെല്ലാനം വരാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ പ്രദേശങ്ങൾ ഈ വാംസി എന്ന് പറയുന്ന വഖഫിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അവർ തന്നെ അവകാശപ്പെടുന്ന പ്രകാരം 39,000 ഏക്കറാണ് കേരളത്തിൽ തന്നെ അവർ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ കേവലം ഒരു 3.5 കിലോമീറ്ററിൽ ഇത്രയും ദുരിതം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഒരു 3 കിലോമീറ്റർ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ സഞ്ചരിച്ചാൽ അത്രയൊന്നും ചില സ്ഥലങ്ങളിൽ നമുക്കില്ല. ഇപ്പം വൈപ്പി പോലെ ഉള്ള ഒരു സ്ഥലത്ത് ദ്വീപിൽ ആകെ 1/2 കിലോമീറ്ററാണ് ചിലവുള്ളത്. അതായത് ചവിട്ടുന്ന ഭൂമിയെല്ലാം വഖഫിൻ്റെ ആവുന്ന ഒരു അവസ്ഥയിലോട്ട് കേരളത്തിലെ അവസ്ഥ മാറുകയാണ്. ഒന്ന് കേരളത്തിൻ്റെ ഭൂപ്രകൃതി കൂടി ഒന്ന് നോക്കുക. നമുക്ക് ആകെ ജീവിക്കാനുള്ള കുറച്ച് സ്ഥലമാണ്. അതിപ്പോൾ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം കൊണ്ടും കടലിൻ്റെ കടന്നുകയറ്റം കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സാധാരണ മനുഷ്യന് ജീവിക്കാൻ തന്നെ സ്ഥലമില്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കിരാതമയ നിയമം വെച്ച് സാധാരണമായ മനുഷ്യരുടെ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ പീഡിപ്പിച്ച് അവർ തന്നെ പറയുന്നതായിട്ട് ഞങ്ങളുടെ ആധാരങ്ങളെല്ലാം ചാപ്പിളയാണ്. ആധാരങ്ങൾ ചാപ്പിളയാണ്. ഞങ്ങൾ ആകെ ആശ്രയിക്കുന്ന ഈ ഭൂമിയാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത്. ഞങ്ങളാരും തന്നെ വലിയ ടാക്സ് അടക്കുന്ന ആളുകളോ വലിയ മുതലാളിമാരോ അല്ലെങ്കിൽ വലിയ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരല്ല. ഈ ഒരു ഭൂമി വെച്ച് ജീവിതം കഴിഞ്ഞ 40 വർഷമായിട്ട് സുന്ദരമായിട്ട് കെട്ടിപ്പടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തലമുറകൾ അന്ന് അനുഭവിച്ചത് വീണ്ടും ഇനി ജനിക്കാതിരിക്കുന്ന തലമുറകളിലേക്ക് അന്ന് ഫാറൂഖ് എന്ന് പറഞ്ഞൊരു കോളേജായിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ വഖഫ് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ എനിക്ക് സംശയമുണ്ട്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എന്നാലും തുറന്ന ജയിലിൽ യാതൊരു അവകാശങ്ങളും ഇല്ലാതെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കേരള ജനതയുടെ മുമ്പിൽ ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ വല്ലാത്ത നാണക്കേടാണ്. അതുപോലെ തന്നെയുള്ളൊരവസ്ഥയിലാണ് ഞങ്ങൾ ആകെ ഇനി ആശ്രയിക്കുന്നത്. ഈ നിയമം മാറാൻ യാതൊരു നിവൃത്തിയില്ല. വഖഫിന് ഞങ്ങൾ എതിരല്ല. ഏതൊരു മതത്തിൻ്റെയും നല്ല കാര്യങ്ങൾ നടന്നോട്ടെ. പക്ഷേ അത് മറ്റുള്ള ആളുകളുടെ, അത് ആ മതത്തിൻ്റെ ആവാം മറ്റുള്ള മതസ്ഥരുടെ ആവാം, അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ. അതിന് ആരും വിലപിച്ചിട്ട് കാര്യമില്ല. അത് ഒരു മതത്തിൻ്റെ പേരിലുള്ള കടന്നുകയറ്റമല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മുനമ്പം ജനത പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ മതേതരമായിട്ട് നിൽക്കണമെങ്കിൽ വഖഫ് ആക്ട് കൃത്യമായ രീതിയിൽ അതിലുള്ള കിരാതമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞ് പുതിയൊരു ആക്ടിലോട്ട് പോകണം. അതിന് പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല. ഇതിപ്പോൾ 104 ഏക്കർ ഭൂമിയാണ് അല്ലേ മുനമ്പത്തുകാർക്ക്? അല്ല, 404.76 വഖഫ് ചെയ്തതെന്ന് പറഞ്ഞത്. അവിടെ ആ സംഭവം ഇല്ല. അതൊരു വാസ്തവമാണ്. അത് എത്രയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഇവിടെ ഇങ്ങോട്ട് വരുന്ന നിസാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് വഴി വെട്ടി വെച്ചിട്ടാണ് വഖഫ് ആക്ട് പ്രകാരം വഖഫ് ബോർഡ് തീരുമാനം എടുത്തിരിക്കുന്നത്.
ശരിക്കും നിസാർ കമ്മീഷൻ അവിടെ വന്നിട്ട് ഒരു സർവേ നടത്തണം, അല്ലെങ്കിൽ വഖഫ് ആക്ട് ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഒരു സർവേ നടത്തണമെന്നുണ്ട്. അതൊന്നും നടത്തിയിട്ടില്ല. ഒന്നും നടത്തിയിട്ടില്ല. ഇതിപ്പോൾ 7ാം ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റ് പ്രകാരം വഖഫ് നിയമം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും നിവേദനം സമർപ്പിക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താനോ മുനമ്പത്തുകാർ തയ്യാറായിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്ക് കൊടുത്തിട്ടുണ്ട്, ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മുനമ്പം വിഷയം ഇപ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പഠിക്കുന്ന JPCയുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് ബാംഗ്ലൂർ സിറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവിടെ അറിയാം. ഞങ്ങൾ വിശ്വസിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഞങ്ങളുടെയെങ്കിലും കാര്യത്തിൽ ഒരു നിയമം വഖഫ് അമെൻമെൻറ്റ് ഭേദഗതി ചെയ്യപ്പെടുകയും ഞങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുകയും ചെയ്യണം. അല്ലാതെ ഇതിന് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ വന്നിരിക്കുന്ന കമ്മീഷൻ, ഞങ്ങൾ ഈ കഴിഞ്ഞ ജനുവരി 4-ന് കമ്മീഷൻ മുനമ്പത്ത് വന്നപ്പോൾ ഈ ചോദ്യം ഞാൻ തന്നെ കമ്മീഷൻ മുമ്പിൽ സാറിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ കമ്മീഷനെ കൊണ്ട് ഈ ഒരു പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റുമോ ഉള്ളൊരു സംശയം ഞാൻ തന്നെ ഉന്നയിച്ചതാണ്. അപ്പോൾ ഈ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കമ്മീഷൻ അന്ന് പ്രഖ്യാപിച്ച ആ ദിവസം വൈകുന്നേരം, അന്ന് ആ മുനമ്പം ജനതയുടെ പ്രതീക്ഷ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾക്ക് പരിഹാരം തരുമെന്നും പറഞ്ഞ്. വൈകുന്നേരം 4:30-5 മണിയായി കഴിഞ്ഞപ്പോൾ ആകെ കേട്ടത് ഒരു കമ്മീഷനെ നിയോഗിച്ചെന്നാണ്. കമ്മീഷൻ നിയോഗിച്ച ഉടനെ ഞങ്ങൾക്കറിയാമായിരുന്നു ശാശ്വതമായുള്ള പരിഹാരത്തിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വഖഫ് ആക്ട് വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവും. എന്നാൽ അത്രയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വിജയിക്കാവുന്ന എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിയമസംഹിതയാണ്. അതിനെ മറികടക്കണമെങ്കിൽ ഒരു കമ്മീഷനെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. എന്തായിരുന്നു നമ്മൾക്കറിയില്ലായിരുന്നു. കമ്മീഷൻ വന്ന ആ കമ്മീഷൻ പ്രഖ്യാപിച്ചു, അത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങളവിടെ പന്തംകുളത്ത് പ്രകടനം സർക്കാരിനെതിരെ മുദ്രാവാക്യമാണ്. അതിന് ഞാനടക്കമുള്ള ആളുകൾക്ക് കേൾക്കാത്ത പഴിയില്ല. എന്നാലും സർക്കാർ പരിഹരിക്കാൻ നോക്കുന്നത്. പക്ഷെ അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. ആ കമ്മീഷൻ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കമ്മീഷൻ തന്നെ അതിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ ഇനി അവിടെ നമ്മൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ട് ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്ന് എന്തൊരു ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം സത്യമുണ്ട്, മുനമ്പങ്കാരുടെ ഒരു പ്രഷർ കൊണ്ടാണോ മറ്റെന്തുകൊണ്ടാണെന്നുള്ളത് ഈ കമ്മീഷനെങ്കിലും 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരുമെന്നുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ വേറെ ഒരു കാര്യമില്ലെങ്കിലും കമ്മീഷനെ കൊണ്ട് നമുക്ക് ഒരു കാര്യം സാധിക്കുക, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മീഷൻ സമയബന്ധിതമായിട്ട് തീർത്തു എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. പിന്നെ നിജസ്ഥിതി പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വഖഫ് ആണോ അല്ലേ എന്ന് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വന്നിട്ടില്ല. പക്ഷേ എന്നാലും നിജസ്ഥിതി പഠിക്കട്ടെ, അത് സഹായകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് അടുത്ത ആഴ്ചകളിൽ അറിയാം ഹൈക്കോടതി ഈ കമ്മീഷനെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. അല്ല, ഇതിപ്പോൾ പല ബില്ലുകളും പല സമുദായത്തിൻ്റെ പല ബില്ലുകളും വളരെ ശക്തമായി ഭേദഗതി ചെയ്യിപ്പിച്ച നിയമം കൊണ്ടുവന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഈ വഖഫിനെ പിന്താങ്ങില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ പലരുടെയും പ്രോപ്പർട്ടികൾ എനിമി പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും വഖഫിന് ഇത്രയും ഒരു സ്വാതന്ത്ര്യം കൊടുക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനൊരു ഭേദഗതി കൊണ്ടുവരുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഒരു വിശ്വാസം മുനമ്പത്തുകാർ പുലർത്തുന്നുണ്ടോ? അല്ല, അത് പുലർത്താതെ നിവൃത്തിയില്ല. കാരണം എന്താണെങ്കിൽ നമ്മൾ ഈ സമരം തുടങ്ങിയപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ അടക്കം, അതിനുശേഷം JPCയുടെ മെമ്പറായിട്ടുള്ള അപരാജിത മാം വന്നിരുന്നു, കേരളത്തിൻ്റെ ചാർജുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ വന്നിരുന്നു, മറ്റു പല കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും അവിടെ വന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിച്ചിരിക്കുമെന്ന്. രാഷ്ട്രീയമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ നാണക്കേട് വരാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ പോകുന്ന BJPക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മുനമ്പം ജനത വിശ്വസിക്കുന്നുണ്ട് ഇത് പരിഹരിക്കപ്പെടുമെന്ന്. അല്ലാതെ അല്ലെങ്കിൽ ഇത്രയും ഉറപ്പുകൾ കിട്ടിയിട്ടും ആ ഒരു പ്രശ്നത്തിൽ നിന്നും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മുനമ്പംകാർക്കല്ല നഷ്ടം, അതിനേക്കാൾ ഉപരി നഷ്ടം വരുന്നത് BJP എന്ന പാർട്ടിക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കല്ല. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ആ ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വഖഫ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുനമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടും. ഇനി ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനകത്ത്. അതായത് നമുക്കൊരു അപ്പീൽ പോകാൻ പറ്റുന്നില്ല, നമ്മൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ തന്നെ പോകണം, അവിടെ ഇരിക്കുന്ന 3 അംഗ പാനലുണ്ട്, അതിനകത്തൊരു ജഡ്ജുണ്ട്, പക്ഷേ ബാക്കി 2 പേരും വിദഗ്ധരല്ല. അപ്പോൾ ഒരു തർക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിയമവ്യവസ്ഥയിലൂടെ പോകുന്നത്? പിന്നെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്, അവർ തന്നെ വഖഫാണെന്ന് പറയുന്നു, അവർ തന്നെ കേസ് നടത്തുന്നു, അവർ തന്നെ തീരുമാനിക്കുന്നു. സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഗം പറയാനുള്ള ഒരു അവസരം പോലും ഇപ്പോഴത്തെ സിസ്റ്റത്തിലില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റമെങ്കിലും മാറിക്കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും, ഇനി ശാശ്വതമായിട്ട് പരിഹരിച്ചില്ലെങ്കിലും അതെങ്കിലും ഉണ്ടാവുമല്ലോ.
സാറിൻ്റെ ഭൂമി വഖഫ് ഏറ്റെടുത്തോ? കൊടുത്ത് അല്ല, അതാണ് ഏറ്റവും വലിയ രസം. വഖഫ് ആക്ടിൻ്റെ അനുസരിച്ച് ഇവർ പറയുന്നത് ഞങ്ങൾ ആർക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കരമടക്കാനുള്ള സൗകര്യം എന്താ, മറ്റു റവന്യൂ അവകാശങ്ങളില്ല. ഇതാണ് വഖഫ് ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഒരു നോട്ടീസും കൊടുക്കണ്ട. അവർക്ക് നേരെ അവിടെ നിന്ന് ഒരു ഓർഡർ കളക്ടർ വഴി റവന്യൂ അധികാരികൾക്ക് കൊടുത്തേച്ചാൽ നമ്മളെല്ലാം നേരത്ത്. ഇതാണ് വേറൊരു പ്രശ്നം. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ വഖഫ് ബോർഡ് അങ്ങോട്ട് തീരുമാനിക്കുന്നു ഇത് എൻ്റെ ഭൂമിയാണെന്ന്. അത് അവരുടെ അല്ല, അത് വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥൻ്റെ ആണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എന്നെപ്പോലുള്ള പാവപ്പെട്ടവരാണ്. 610 വീട്ടുകാർ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അദ്ദേഹം തന്നെ പണ്ട് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പറഞ്ഞു ഇതെല്ലാം ചാപ്പിളയാണെന്ന്. അവർ ഞങ്ങളുടെ ജീവിതം ചാപ്പിളാക്കി വെച്ചിരിക്കുക, അതും ദൈവനാമത്തിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു, ദൈവനാമത്തിൽ ഒരു ചതി. ഈ ചതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിസാർ കമ്മീഷൻ ചതിച്ചു. അതിനും 1950 വഖഫ് ആധാരം എന്ന് പറയുന്ന എഴുതിയ സത്താർ സേട്ട്, സിദ്ദിഖ് സേട്ട്, അതിൻ്റെ ഇടയിലുള്ള കുറേ ആളുകൾ. ഇപ്പോൾ വേറൊരു കാര്യം പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഇത് ഇവർ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇവർ രേഖകൾ ഹാജരാക്കുന്നില്ലല്ലോ. ഫാറൂഖ് കോളേജിൻ്റെ വക പീഡനങ്ങൾ നേരത്തെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളവിടെ താമസിക്കുന്നു, നമ്മൾ ഈ തൈ നടുന്നു, അത് വലുതായി തേങ്ങ വരാൻ നേരത്തെ ഒരു കൂലിപ്പട്ടാളമായിട്ട് വരും, എന്നിട്ട് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വരെയും ചെയ്തിരുന്ന ആളുകളാണ്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ചാനൽ ചർച്ചകൾ പറയുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ്. ഓക്കെ, എല്ലാം പോട്ടെ, ഈ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നേ ഇതിനകത്തൊരു മോചനം കിട്ടിയാൽ. അത് ഇതെല്ലാം കഴിഞ്ഞ് വളരെ സമാധാനപൂർവ്വമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വഖഫ് എന്ന നീരാളി വരുന്നത്. ശരിക്കും ഒരു നീരാളി തന്നെയാണ്, അതെങ്കിൽ ജീവിതം ഇങ്ങനെ വരിഞ്ഞു മുറുകി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യരുടെ ജീവിതം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി വരാൻ പോകുന്നുണ്ട്. ഗവൺമെൻറ് വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്നൊരു തീരദേശ ഹൈവേ ഉണ്ട്, എൻ്റെ ഭൂമി അടക്കം പോകുന്നുണ്ട്. എനിക്ക് ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കുടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളുടെയും മുഴുവൻ വീടും പോകുന്നുണ്ട്. ആ മനുഷ്യർ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത് മൂലങ്കുഴി പോലെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോലെ മറ്റൊരു ദുരന്തത്തിലോട്ടാണ്. വൈപ്പിങ്ങരയിലെ കുറേ മനുഷ്യർ, അതായത് ഈ വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുടെ ജീവിതം നമ്മളിനി കാണാൻ പോകുന്നത്. എന്നാൽ കേസ് നടക്കുമ്പോൾ ഒരിക്കലും ഇവർക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടുമെന്ന് സാധാരണ നിയമം അനുസരിച്ച് കിട്ടില്ല. സാധാരണ നിയമം അനുസരിച്ച് അത് എവിടെയാണ്, കോടതിയിൽ കെട്ടിവെക്കപ്പെടും. ആ മനുഷ്യർ ഇനി അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ ഈ സമരം നടക്കുന്ന ആ പന്തലിൽ നിന്ന് കാണാവുന്ന ഒരു കുടുംബമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്, അനുവദിച്ചു എന്നാണ് അവൻ്റെ പേര്. അവിടെ തന്നെയാണ് അവൻ്റെ ജീവിതം. എന്നുണ്ടെങ്കിൽ അവനൊരു കുക്കാണ് അവിടുത്തെ റിസോർട്ടിൽ. അവൻ എങ്ങോട്ട് പോകും? അവന് 2 കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെയുള്ള കുറേ മനുഷ്യർ അവിടെയുണ്ട്. ഇതൊന്നും ആർക്കും ഇതില്ല. ഇതെല്ലാം പറഞ്ഞ് പരമകാരുണ്യവും പറഞ്ഞ് ദൈവനാമത്തിലും പറഞ്ഞ് അത്രയും മനുഷ്യരെ ഇനി ചിലർ വാദിക്കുന്നത് ഇത് വഖഫാണെന്ന് വാദിക്കുന്നത് അവിടെ നിങ്ങളുടെ കുടിയൊഴിപ്പിക്കാന്നാണ്. 3.5 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഇത്രയും കുടുംബങ്ങളെ എങ്ങോട്ടാണ് അവർ കുടിയൊഴിപ്പിക്കാൻ പോകുന്നത്? അതും ഏകദേശം 80% മത്സ്യത്തൊഴിലാളികൾ മാത്രം ജീവിക്കുന്നു. ഒന്നില്ലെങ്കിൽ മത്സ്യബന്ധനം നേരിട്ട് നടത്തുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അവിടെ ഉള്ളവരല്ല. ഇപ്പോഴത്തെ തലമുറയിൽ കുറേ ചെറുപ്പക്കാരാണ് പഠിച്ച് വിദേശങ്ങളിൽ പോയി വന്നത്. പക്ഷേ അവരുടെ എല്ലാവരും ജീവിതം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള ഒരു ഞങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അവിടെയുള്ള എൻ്റേതടക്കമുള്ള ആൾക്കാരുടെ ആധാരം ഞങ്ങളാരും വീട്ടിൽ വെക്കാറില്ല, പേടിച്ചിട്ടല്ല, അതിനുള്ള ഒരു വകുപ്പില്ല. അത് മുഴുവൻ ബാങ്കുകളിലാണ്. ഞാൻ തമാശയ്ക്ക് ഒരു കാര്യം പറയാറുണ്ട്, ഇതിനി വഖഫാണെന്നെങ്ങാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക് വരെ തകർന്നു പോകുന്നതെങ്കിൽ എല്ലാവരും ആധാരം അവിടെയാണ് മിക്കവാറും. ഈ ലോൺ വഖഫ് അടച്ചോളൂ? അതാണ് ഒരു സംശയം. അല്ല, ഞങ്ങള് ഓണേഴ്സ് അല്ലെങ്കിൽ പിന്നെ വഖഫ് അടക്കണം. അതെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ലോൺ അടയ്ക്കുന്നത്? അതെ, പക്ഷെ എന്നിട്ട് നോട്ടീസുകൾ വരുന്നുണ്ട്. നോട്ടീസുകൾ വളരെ കൃത്യമായിട്ട് പണ്ട് 6 മാസം ലോൺ അടച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ 3 തവണ മുടങ്ങി കഴിഞ്ഞാൽ ഉടനെ നോട്ടീസ് വരും. അപ്പൊ അത് അവിടെ നിങ്ങൾ തന്നെ അടയ്ക്കണം. ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി നിങ്ങൾ തന്നെ ലോൺ അടയ്ക്കണം, അത് വഖഫിന്റെ അല്ല. സർക്കാരിന്റെ നയമാണല്ലോ. നിയമസഭയിൽ അന്ന് വഖഫ് മന്ത്രി പറഞ്ഞ എന്താണ്, ആ കാശ് ഇങ്ങോട്ട് പോയിരുന്നു പോരട്ടെ എന്നാണല്ലോ. അതാണ് സർക്കാരിന് എങ്ങനെയെങ്കിലും നമ്മളെ പിഴിയുക. അതായത് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ എന്നാണ്. സർക്കാരിലേക്ക് കിട്ടുന്ന കാശ് ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാണ് കക്ഷി പറഞ്ഞത്. അതായത് നമ്മളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഓർഡറുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം വന്നു. KP മജീദാണ് അന്ന് 12/12/2022 ഉന്നയിച്ചത്. അപ്പോൾ എന്നിട്ടാണ് ഇവർ നമ്മളോട് അവിടെ വന്ന് പറയുന്നത്. അതിന് വഖഫ് മന്ത്രി, അതായത് ഇടത് പ്രതിപക്ഷവും വലതുപക്ഷവും അവരുടെ ഒപ്പം വരുന്നെന്ന്. ഈ സമരം കൊണ്ട്, അതുകൊണ്ടാണ് ഇവർ സമരം നിർത്തിക്കാൻ നോക്കുന്നത്. സമരം കൊണ്ടുണ്ടായത് ജനങ്ങളറിഞ്ഞു, ഇതിൽ അനീതി വന്നു. അപ്പോൾ ജനങ്ങളുടെ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാവരും അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ചർച്ച വന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കമ്മീഷൻ നിയോഗിച്ച ദിവസം മുതൽ സമരം നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് സമരം നിർത്തിയിരുന്നെങ്കിൽ കേരള ജനത ഞങ്ങളെ ചീത്ത പറഞ്ഞാണ്. തീർച്ചയായിട്ടും.
എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സർ, കേന്ദ്രം ഭരിക്കുന്നത് ഒരു ചങ്കുറപ്പുള്ള സർക്കാർ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത്. കാരണം പല നിയമങ്ങളും അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വഖഫ് പൂർണ്ണമായും എടുത്തു കളയട്ടെ. ഒരാൾക്കും സമരം ചെയ്യേണ്ടതായിട്ടുള്ള ഗതികേടോ ഒരാളുടെ ഭൂമിയും നോക്കി നിൽക്കെ തന്നെ മറ്റൊരു സമുദായക്കാർ കൊണ്ടുപോകുന്ന ഗതികേടോ ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് പ്രതീക്ഷിക്കാം നല്ല നാളേക്കായി. അതെ, ഞങ്ങളും ആ പ്രതീക്ഷയിലാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും.